വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്ത് പോകട്ടോ. സമയം ഇപ്പം 5:30 ആയി. ഇന്ന് ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം വലിയ പരിപാടിയൊന്നുമില്ല. ഈ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകും, പിന്നെ കുറച്ച് ഫുഡ് കഴിക്കും, അത്രയൊക്കെ ഉള്ളൂ. അപ്പം നേരെ ബീച്ചിൽ പോകുന്ന മേടിച്ചു. അപ്പോൾ ബീച്ചിലേക്ക് വെച്ച് പിടിച്ചു. എടപ്പ പോടി കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ വന്നിട്ട് ഉറങ്ങിപ്പോയിട്ടോ. കാരണം വെച്ചാൽ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായില്ല. അല്ല, ഉറക്കം വന്നുകൊണ്ടിരുന്ന സമയത്ത്, ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ചേട്ടൻ വന്നത്. അവൾ ഞെട്ടി എണീറ്റു. പിന്നെ കളിയായിരുന്നു, അപ്പോൾ ഉറങ്ങിയില്ലായിരുന്നു. അപ്പോൾ എണീപ്പിക്കാൻ നോക്കി, പക്ഷെ അവൾ എന്നാൽ പിന്നെ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അവൾ പിന്നെ ബീച്ചിലൊക്കെ എത്തിയിട്ടോ ഞങ്ങൾ എണീപ്പിച്ച അവളെ. അപ്പം ഇത് ചെറായി ബീച്ചിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു വ്യൂ ആട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു സൈഡിൽ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, അവിടെ ബോട്ടിങ് ഉണ്ട് കേട്ടോ. ഒരു തവണ ഞാൻ കയറിയായിരുന്നു, പിന്നെ കയറിയിട്ടില്ല. അപ്പം അതിൽ ഈ ഒരു സമയത്ത് പോകുമ്പോൾ നല്ല വ്യൂ ആണ്, അവിടെ സൂപ്പറാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ബീച്ചിലൊക്കെ എത്തി. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ മേടിക്കാമെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ കോളിഫ്ലവർ ഇല്ല, അത് മേടിച്ചു. അതാകുമ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും കഴിക്കാമല്ലോ. അപ്പോൾ അത് മേടിച്ചു കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു എണ്ണക്കടി ഉണ്ടല്ലോ, എനിക്ക് സത്യം ഇഷ്ടമല്ല, എനിക്കല്ല ശ്രീയാനും ഇഷ്ടമല്ല. ഞങ്ങൾക്കിത് കഴിച്ചപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവസാനം ഗുളിക വരെ മേടിച്ച് കഴിക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം വരെയൊക്കെ ഒരു ഫുഡും കഴിക്കാൻ പറ്റില്ല ഇത് കഴിച്ചപ്പോൾ. പക്ഷേ ഞങ്ങൾ കടൽത്തീരമൊക്കെ കണ്ട് മര്യാദയ്ക്ക് ഇരുന്ന് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് പണി കിട്ടിയത്. അവൾ ഭാഗ്യത്തിന് കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ. പിന്നെ ഇന്ന് അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഇട ദിവസമല്ല. അപ്പം വലിയ തിരക്കൊന്നും ബീച്ചിലുണ്ടായിരുന്നില്ല. വഞ്ചി എവിടെ? ഉണ്ടോ വഞ്ചി? അപ്പം ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ പാനിപ്പൂരി കഴിച്ചു കേട്ടോ. ഇത് അങ്ങോട്ട് പോകുമ്പോഴും ഞങ്ങൾ കണ്ടായിരുന്നു പാനിപ്പൂരി കട. ഞാൻ പറഞ്ഞതാണ് എനിക്ക് പാനിപ്പൂരി മേടിച്ചതാണ്. പക്ഷേ അവിടെ പോയി തിരിച്ച് വരുമ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞു. അവിടെ പോയി എല്ലാം കൂടി ആ കടിയും കഴിച്ചു, വയറും ചീത്തയായി, എല്ലാം കൂടി എന്താ ദിവസവും പോയി. അവസാനം ഞങ്ങൾ പാനിപ്പൂരിയൊക്കെ മേടിച്ചു കഴിച്ചു. അപ്പം ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് പാത്രവും ബ്രഷും ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ പോയി. പിന്നെ ഈ ഒരു കടയിലുണ്ടല്ലോ സകല സാധനങ്ങളും കിട്ടും. കാരണം വെച്ചാൽ വേറൊരു കടയിൽ പോകേണ്ട ആവശ്യമില്ല, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ മജ്ലിസിലാണ് പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഫുഡിന് ഓർഡറൊക്കെ കൊടുത്തു. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പം ഞാൻ ഓർഡർ ചെയ്തത് അൽഫാമായിരുന്നു. അൽഫാമാണ് ഓർഡർ ചെയ്തത്. ചെറിയായിട്ടൊരു ഹാഫ് ബിരിയാണി ഓർഡർ ചെയ്തത്. പക്ഷെ എനിക്ക് ഇഷ്ടമായില്ല. ഇഷ്ടമാവാത്തതുകൊണ്ടല്ല, ആ ഒരു കടി കഴിച്ചുകൊണ്ടല്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വയറെന്ന് പറഞ്ഞില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മര്യാദയ്ക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അൽഫാം ശ്രീയാൻ കൊടുത്തിട്ട് ബിരിയാണി ഞാൻ മേടിച്ചു. അപ്പോൾ ഇനി ഒരു ബിരിയാണി കൂടി ഓർഡർ ചെയ്തിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഇതിൻ്റെ ധാരാളം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ബിരിയാണിയൊക്കെ കഴിച്ചു. അവൾക്കും കുറച്ച് ബിരിയാണി കഴിച്ചു. പിന്നെ 2 ലൈമും പറഞ്ഞു. വീടെത്താവുന്നതിൻ്റെ മുന്നേ അവൾ ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ അവൾക്ക് ചോക്ലേറ്റ് വാങ്ങാൻ കയറിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ആക്കൂബ് കണ്ടപ്പോൾ ഞാൻ അത് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് മേടിച്ചു. അതിൻ്റെ ഇപ്പുറത്തെ കടയില്ലേ, അവിടെ 20 രൂപേൻ്റെ ഷേക്ക് കിട്ടും കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. 50 രൂപേൻ്റെ കിൻഡർ ജോയ് മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഞാനൊക്കെ മേടിച്ചു തരാൻ പറഞ്ഞാൽ വല്ലാണ്ട് മേടിച്ചു തരും. അവൾ ഇവിടുന്ന് പോയ സമയം തൊട്ടേ വരുന്ന സമയം വരെ ചോക്ലേറ്റ് തീറ്റി തന്നെയായിരുന്നു. പിന്നെ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോയിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.